ഇൻഷാ അല്ലാഹ് നമുക്ക് ബാബുറയ്യാൻ തുടങ്ങാറായിരിക്കുന്നു. അതിന് മുമ്പായി ഒരു PM വന്നപ്പോൾ അതിന് മറുപടി അങ്ങോട്ട് കൊടുക്കുകയാണില്ലേ, മറ്റത് ടെക്സ്റ്റിലൂടെ പിന്നെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറെ എഴുതി കൊടുക്കണം, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ മൈക്കെടുത്ത് പറയാണ്. ഉസ്താദെ, എന്റെ ഉമ്മ 3 വർഷമായി നട്ടെല്ലിന് പരിക്ക് പറ്റി കിടപ്പിലാണ്. മൂത്രത്തിന് ട്യൂബുണ്ട്. ഉമ്മാക്ക് ഖുർആൻ പിടിച്ചു ഓതാമോ എന്നാണ് ചോദ്യം. ഈ മൂത്രം പോവാൻ വേണ്ടി ട്യൂബ് ഇട്ടാലേ സദാസമയത്ത് മൂത്രം ഇങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് മൂത്രവാർച്ചക്കാരുടെ വിധിയാണ് അവിടെ. ശ്രദ്ധിക്കണം, മൂത്രം പോവാൻ വേണ്ടി ട്യൂബ് ഇട്ടതാണ്. ഈ ട്യൂബ് ഇട്ടാൽ എന്താണ്, അത് പ്രത്യേക സമയത്താണ് മൂത്രം പോവുകയല്ല ചെയ്യുക. അതിങ്ങനെ മൂത്രപ്പെട്ടിയിൽ മൂത്രം വന്നാൽ അപ്പൊ അത് ട്യൂബിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ സ്വഭാവം, അങ്ങനെയാണ്. ആ രീതിയിൽ പിന്നെ ആ രീതിയിലുള്ളതാണ് എങ്കിൽ അതായത് മൂത്രവാർച്ചക്കാരനെ പോലെ ഇടയ്ക്കിടെ മൂത്രം ഇങ്ങനെ ഉറ്റിപ്പോകുന്ന, ഇങ്ങനെ ഉറ്റിക്കൊണ്ടേയിരിക്കും, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ മൂത്രവാർച്ചക്കാരുടെ വിധി തന്നെയാണ് അയാൾക്കും ഉള്ളത്. അതായത് അയാൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. പിന്നെ ഖുർആൻ തൊടാൻ പാടില്ല. മൂത്രവാർച്ചക്കാർ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പ്രബലമായ അഭിപ്രായം ഇങ്ങനെയാണ്: അയാൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. കാരണം നിസ്കാരം ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. നിസ്കരിക്കുമ്പോ എങ്ങനെയാണ് നിസ്കരിക്കുക? ഉളുല്ലാതെ. അതെ, ഉളുല്ലാതെ നിസ്കരിക്കണത്. പക്ഷെ അള്ളാഹു തആല അത്ര മദീനാണ്. അള്ളാഹു തആല അങ്ങനെ പറയുന്നത്, അത്ര മദീന്ന്. പക്ഷെ അവിടെ ചില നിബന്ധനകളുണ്ട്. മൂത്രവാർച്ചക്കാരാവട്ടെ, മൂത്രത്തിന് ട്യൂബ് ഇട്ടുകൊണ്ട് സദാസമയത്ത് മൂത്രം ഇങ്ങനെ ഇറ്റുപോകുന്ന ആളുകളാവട്ടെ, അവർ ഉളു എടുക്കണമെങ്കിൽ വഖത്ത് ആകുന്നതിന് മുമ്പായി ഉളു ചെയ്യാൻ പറ്റുകയില്ല. ഏതൊരു നിസ്കാരത്തിനും അതിന്റെ വക്താവിന് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റൂല. അതിന്റെ വക്താവിന് ശേഷം, അപ്പൊ ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നും എടുക്കാൻ പറ്റൂല. ളുഹർ ബാങ്കിന്റെ ശേഷം, ളുഹറിന്റെ വക്ത് ആയതിനു ശേഷം എന്ത് ചെയ്യണം? ഒന്നു എടുക്കണം. അതിന്റെ ഒന്നു എടുക്കുന്നതിന്റെ മുമ്പായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടുന്ന ഭാഗം മൂത്രമൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കുക. പിന്നെ കൂടുതൽ മൂത്രം പോവാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് സ്വീകരിക്കുക. പിന്നെ പെട്ടെന്ന് ഒന്നു ചെയ്യുകയും വേഗം നിസ്കരിക്കുകയും വേണം. അയാൾക്ക് ഒന്നു മുറിഞ്ഞിട്ടില്ലേ? ഉളൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. കാരണം മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. ആ ഒന്നു എടുക്കുന്നതോടുകൂടി ഒന്നു ഇങ്ങനെ മുഖം കഴുകിയിട്ടുണ്ട്. അപ്പോഴേക്കും വീണ്ടും മൂത്രം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് മുറിഞ്ഞില്ല. അപ്പൊ അത് മുറിഞ്ഞില്ല. അത് മതി. പക്ഷെ അത് വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു തആലാന്റെ കൽപ്പന അത് മതി എന്നാണ്. അള്ളാഹു തആലാന്റെ ഭാഗത്തുള്ള ദീനിന്റെ പ്രത്യേകമായ വിട്ടുവീഴ്ചയാണത്. അപ്പൊ വഖത്ത് എത്തിയതിനു ശേഷമേ വുളു ചെയ്യാൻ പറ്റൂ. വഖത്ത് എത്തിയ ഉടനെ വേഗം വുളു ചെയ്യുകയും വുളു എടുത്ത ഉടനെ തന്നെ വേഗം നിസ്കരിക്കുകയും വേണം. വുളു എടുക്കൽ കഴിഞ്ഞ് കുറെ അവിടെ ഇവിടെയൊക്കെ കുറെ നടന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നിസ്കരിച്ചാൽ പറ്റുകയില്ല. എന്ത് ചെയ്യണം? പെട്ടെന്ന് നിസ്കരിക്കണം. ഇനി അഥവാ വുളു ചെയ്ത് കുറെ നേരം വൈകിയതിനു ശേഷം നിസ്കരിക്കുന്നു നിൽക്കുക, എന്നാ പിന്നെ വുളു വേറെ എടുക്കണം. ആദ്യം എടുത്ത വുളു പോരാ. അപ്പൊ വഖത്ത് കടന്നതിന് ശേഷം വുളു ചെയ്യുക. ഉടനെ തന്നെ വുളു ചെയ്ത ഉടനെ തന്നെ വേഗം നിസ്കരിക്കുകയും ചെയ്യുക. ഇതാണ് മൂത്രവാർച്ചക്കാർ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ഈ ട്യൂബിട്ട കൂട്ടുണ്ടല്ലോ, അവർ സദാസമയത്ത് മൂത്രവെച്ചുകൊണ്ടിരിക്കുമല്ലോ, അവരൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇവർക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതേസമയത്ത് ഖുർആൻ തൊടലോ പറ്റൂല എന്നാണ്. എന്താണ് കാരണം? നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമുള്ള ഒരു വിഷയമാണ്. നിസ്കാരം എന്ന് പറഞ്ഞത് അതൊരു നിർബന്ധമുള്ള വിഷയമാണ്. എന്നാ സുന്നത്ത് നിസ്കാരമോ? സുന്നത്ത് നിസ്കാരം അതിനോട് താബിയായിക്കൊണ്ട് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. അതാണ് അതിനോട് താബിയായിട്ട്. ഫർള് നിസ്കാരം അതിനോട് താബിയായിട്ട് സുന്നത്ത് നിസ്കാരം അങ്ങനെയൊക്കെ ചെയ്യാം. അതേ സമയത്ത് പിന്നെ ഖുർആൻ തൊടാൻ പാടില്ല. അതാണ്. പിന്നെ അത് അത്ര ലറൂരിയായ വിഷയമല്ല. ഖുർആൻ ഓതണമെങ്കിൽ ഒരാൾക്ക് ഖുർആൻ മുസാഹിഫ് തുറണമെന്നില്ലല്ലോ. ഖുർആൻ ഓതാൻ ഒളു വേണ്ടല്ലോ. ഖുർആൻ ഓതാൻ ഒളു വേണ്ട, ഖുർആൻ തൊടാനാണ് ഒളു വേണ്ടത്. അപ്പൊ ഒരാൾക്ക് മൂത്രവാർച്ചക്കാരായ ഒരാൾക്ക് ഖുർആൻ ഓതണമെങ്കിലോ ഖുർആൻ തൊടാതെ മുസാഹിഫിലേക്ക് നോക്കി ഇങ്ങനെ പിന്നെ ഓതാലോ അല്ലേ? മുസാഹിഫിലേക്ക് നോക്കി ഇങ്ങനെ ഓതാം. അപ്പൊ കഷ്ണം മറിക്കാനൊക്കെ അതൊക്കെ വേറെ ഒരാൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ സൗകര്യമാണ് അല്ലേ? ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൽ ഖുർആൻ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിൽക്കുന്നത്. മറിക്കാൻ പിന്നെ സ്ക്രീൻ ഉണ്ടല്ലോ, അത് തൊടേണ്ട ആവശ്യമില്ല. അത് മൗസ് എന്ത് ചെയ്താൽ മതി. മൗസ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ അതുകൊണ്ട് കഷ്ണം ഇങ്ങനെ മറിച്ചെടുക്കുക. അപ്പോ ഈ ആധുനിക യുഗത്തിൽ അതിനൊക്കെ സൗകര്യമാണ്. ഖുർആൻ തൊടാതെ തന്നെ ഖുർആൻ ഓതാനൊക്കെ സൗകര്യമാണ്. അപ്പൊ ഖുർആൻ തൊടാൻ പാടില്ല മൂത്രവാർച്ചക്കാർക്ക്, അതുപോലെ ട്യൂബിട്ട ആളുകൾക്കും. അതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സുന്നത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ ആ ഒന്നുകൊണ്ട് പിന്നെ എന്തും പറ്റും, ഖുർആൻ തൊടുകയും ചെയ്യാം എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം നേരത്തെ പറഞ്ഞതാണ്. പിന്നെ
അപ്പോൾ പള്ളിയിൽ എത്താൻ പറ്റുമോ? പള്ളിയിലൊക്കെ പിന്നെ പ്രവേശിക്കുക ചെയ്യാം മൂത്രവാർച്ചക്കാർക്ക്. അത് പള്ളിയിൽ ഇട്ടാഞ്ഞാൽ മതി. പള്ളിയിൽ ഉറ്റുന്ന രീതി ആവാൻ പാടില്ല. പള്ളിയിലേ അതൊക്കെ ശരിക്കും ഭദ്രമാക്കിയിട്ട് മൂത്രം മുറ്റാത്ത, പുറത്ത് പള്ളിയിലേക്ക് ഉറ്റാത്ത രീതിയിലൊക്കെയാണെങ്കിൽ അത് പ്രവേശിക്കുക ചെയ്യാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ വേറൊരു ചോദ്യം, ഖുർആൻ ഒരിക്കലും തൊടാൻ പാടില്ലേ എന്നാണ്. സുഖമാകില്ല എന്ന് തോന്നിയാലും പാടില്ല എന്ന്. അസുഖം സുഖമാവൂരാൻ തോന്നിയാൽ അള്ളാഹു തആല എന്തെല്ലാം വിട്ടുവീഴ്ച അവിടെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പടച്ചവന്റെ വലിയ കൂലി കിട്ടും. ഖുർആൻ തൊടാതെ ഓതാൻ സാധിക്കും, ഓതാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാലോ. പിന്നെ കിട്ടുന്ന സൂറത്തുകളൊക്കെ കാണാതെ അങ്ങനെ ഓതുകയാണ്. അതിനൊക്കെ പടച്ചവന്റെ സാധാരണക്കാർ ഓതുന്നേക്കാളും അധികം കൂലി കിട്ടും. അതൊക്കെ ഇല്ലേ, എന്തെല്ലാം കാര്യമുണ്ട്. സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് പടച്ചവന്റെ കൂലിയിട്ടാൽ എന്തെല്ലാം മാർഗമുണ്ട്. ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരിക്കൽ ഓതി നിൽക്കുക, ഒരിക്കൽ മാത്രം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. എന്നാൽ സുലുസുൽ ഖുർആന്റെ 1/3 ഭാഗം ഓതിയ കൂലിയ. 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലോ, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതിയ കൂലിയായി. 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലോ, 10 പ്രാവശ്യം ഓതിയാൽ അതിന് 3 ഉണ്ടല്ലേ, 9 അപ്പൊ അവിടെ 3 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ കൂലിക്ക് പുറമെ പിന്നെ ഒരു ഖുൽ ഹുവല്ലാഹു കൂടി ഓതിയിട്ടുണ്ട്, അതിന്റെ കൂലി കൂടി ഉണ്ട്. അതിന് പുറമെ സ്വർഗത്തിൽ ഒരു ഭവനം, ഒരു കൊട്ടാരം പണിയുന്ന 10 പ്രാവശ്യം ഒരാൾ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയും. സ്വർഗത്തിൽ നമ്മുടെ ആരെയും പെരമാറ്റിട്ട് പെര പണിയുന്നല്ലേ പറഞ്ഞത്. സ്വർഗത്തിൽ ഒരു കൊട്ടാരം ആണ് അല്ലാഹു തആല അവിടെ പണിയുന്നത്. 20 പ്രാവശ്യം ഓതിയാൽ 2 കൊട്ടാരം, 30 പ്രാവശ്യം ഓതിയാൽ 3 കൊട്ടാരം അല്ലേ. അപ്പൊ അങ്ങനെ എന്തെല്ലാം സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആലയുടെ അടുത്ത് സവാബ് ലഭിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ റമളാനിൽ ഒരു തെറ്റ് ചെയ്താൽ കൂലി പോലെയാണോ ശിക്ഷയും? അതല്ലാന്ന അത് റമളാനിൽ തെറ്റ് ചെയ്ത് എന്നുള്ളതിന്റെ പേരിൽ കൂടുതൽ ശിക്ഷയില്ല. റമളാനിൽ ഗുണം ചെയ്താൽ കൂടുതൽ സവാബുണ്ട്, എന്നാൽ റമളാനിൽ തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയില്ല. അതേസമയത്ത് റമളാനിനെ അവഹേളിച്ചുകൊണ്ടാണെങ്കിലോ അപ്പൊ അതിന്റെ ശിക്ഷ ഉണ്ട്. അതല്ലാതെ റംസാനിൽ ഒരാൾ തെറ്റു ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ അധികം ശിക്ഷയില്ല. പക്ഷെ റംസാന്റെ ഹുറുമത്തിനെ പറിച്ചു ചീന്തുന്ന രീതിയിലാകുമ്പോൾ അത് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു തആലയുടെ ലഅനത്ത് ഉണ്ടായിരിക്കട്ടെ, വിശുദ്ധ റമളാൻ വന്നിട്ടും അവന്റെ പാപങ്ങളൊന്നും പൊറുപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തിയുടെ മേലിൽ അള്ളാഹുവിന്റെ ലഅനത്ത് ഉണ്ടായിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അല്ലാഹു തആല അവനെ റഹ്മത്ത് ചെയ്യാതിരിക്കട്ടെ, ആ രീതിയിൽ അള്ളാഹു റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റമളാൻ മാസത്തിൽ തെറ്റ് ചെയ്തത് കൊണ്ട് കൂടുതൽ കുറ്റമൊന്നും ഇല്ല. സാധാരണ റമളാൻ അല്ലാത്ത സമയത്ത് തെറ്റ് ചെയ്യുന്ന കുറ്റം തന്നെയാണുള്ളത്. പക്ഷെ അതേ സമയത്ത് റമളാന്റെ ഹുറുമത്ത് മാനിക്കാത്ത രീതിയിലാകുമ്പോൾ അത് ഭയപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരു വുളുവിൽ 2 നിസ്കാരം പറ്റില്ല? ഇല്ല. ഒരു മൂത്രവാർച്ചക്കാരാവട്ടെ, ഈ ട്യൂബിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ ട്യൂബിട്ടുള്ള ആളുകൾ ഞാനീ പറഞ്ഞ പോലെയാണെങ്കിൽ മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ഒരു വുളു കൊണ്ട് ഒരു ഫർളേ പറ്റുള്ളൂ. സുന്നത്ത് അത്രയും ആവാം, സുന്നത്ത് നിസ്കാരം എത്രയും ആവാം. ഫർള് നിസ്കാരം ഒരു വുളു കൊണ്ട് ഒരു ഫർള് മാത്രമേ പറ്റുള്ളൂ. മൂത്രവാർച്ചക്കാർ അതേ വിധി തന്നെയാണ്. പിന്നെ ഒന്ന് വക്തിന്റെ അവസാനത്തിൽ ഒന്ന് അങ്ങനെയും പറ്റൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒളു എടുക്കുക, ളുഹറിന്റെ അവസാന വക്തിൽ ഒരു ഒളു എടുക്കുക, എന്നിട്ട് ആ ഒളു കൊണ്ട് ളുഹർ നിസ്കരിക്കുക. അപ്പോൾ ളുഹർ നിസ്കാരം കഴിയുമ്പോഴേക്കും അസറാകും. അപ്പൊ അസർ നിസ്കരിക്കുക, അത് പറ്റൂല. ഞാനീ പറഞ്ഞത് മൂത്രവാർച്ചക്കാരന്റെ വിധിയാണ്. മൂത്രവാർച്ചക്കാരനെ പോലെയാണ് ട്യൂബിട്ട ആള് എങ്കിൽ അതാണ് ഈ പറഞ്ഞത്. മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്കിലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതേസമയത്ത് ട്യൂബിട്ട വ്യക്തിക്ക് അങ്ങനെ എപ്പോഴും മൂത്രം ഇറ്റൊന്നുമില്ല. പിന്നെ എപ്പോഴേ മൂത്രം ഇറ്റുള്ളൂ? ഒരു ഒളു എടുത്ത് ഒരു ഒളു എടുത്ത് ആ ഒളു കൊണ്ട് നിസ്കരിച്ച് ആ നിസ്കാരം സലാം വീട്ടുന്നതിന്റെ ഇടയിലായിട്ട് മൂത്രം ഇറ്റൂല നിൽക്കുക. അങ്ങനത്തെ വ്യക്തിയാണ് ഈ മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമല്ല. അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ ഒരു ഒളു കൊണ്ട് ആൾ എത്ര ഫർള് നിസ്കരിക്കുകയും ചെയ്യാം. ഞാനീ പറഞ്ഞത് മൂത്രവാർച്ചക്കാരൻ എന്ന് പറയുന്നത് എന്ത് വേണം? ഒരു ഒളു ചെയ്ത് ആ ഒളു എടുത്ത ഉടനെ തന്നെ ആൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ആൾക്ക് വീണ്ടും മൂത്രം കിട്ടും. ആ രീതിയിലുള്ള ആളാണെങ്കിലാണ് മൂത്രവാർച്ചക്കാരനായിട്ട് പരിഗണിക്കപ്പെടുക. ഉമ്മാക്ക് മൂത്രം എപ്പോഴും വരുന്നില്ലെങ്കിൽ ആ വിഷയമല്ല.
അപ്പോ മൂത്രം വരുന്ന സമയത്ത് വന്നാൽ മാത്രമേ ഒതു മുറിയുള്ളൂ. വന്നാൽ മാത്രമേ ഈ ട്യൂബിട്ട ഉമ്മാക്ക് ട്യൂബിട്ടുണ്ട് പറഞ്ഞല്ലോ, അത് മൂത്രം എപ്പോഴും വരണില്ല എന്നാ. ആ മൂത്രം ഒഴിക്കാൻ ഉണ്ടാവുന്ന സമയത്ത് അതിൽ കൂടെ പിന്നെ മൂത്രം പോകുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമല്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യാം, വഖത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഒന്നു ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഒന്നു കൊണ്ട് ഒന്നിലധികം ഫർദ് നിസ്കരിക്കുകയും ചെയ്യാം. അയാൾക്ക് എന്ത് ചെയ്യാം, മുസാഹിഫ് തൊടുകയും ചെയ്യാം. മനസ്സിലായല്ലോ അല്ലെ? മുസാഹിഫ് തൊടുക ചെയ്യാം. ഞാനീ പറഞ്ഞതല്ല, വദു എടുത്ത് നിസ്കാരം പൂർത്തിയാണതിന് മുമ്പായിട്ട് മൂത്രറ്റും അങ്ങനെയുള്ള ആളുകൾക്കാണ് മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമ്. അതുപോലെയാണ് എങ്കിലാണ് ഈ മുസാഹിബ് തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. നേരെ മറിച്ച് അങ്ങനെ ഒന്നല്ല നിൽക്കുക. എന്നാല് വദുണ്ട്, അപ്പൊ വദുണ്ടെങ്കിൽ മുസാഹിബ് തൊടുകയും ചെയ്യാം. അതാണ് എന്റെ വിധി. ഈ ചോദ്യകർത്താവിന് കാര്യം മനസ്സിലാക്കണപ്പോ, ഈ ചോദിച്ച ആൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാക്കണ ഈ ഒരു എസ് അടിക്കണ പി എം ഇട്ടാ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. നോമ്പ് സമയത്ത് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പ്രശ്നമുണ്ടോ? വേഗം കുളിക്കണം. വേണ്ട. നോമ്പ് സമയത്ത് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ അതുകൊണ്ട് പിന്നെ നോമ്പ് മുറിയൊന്നുമില്ല. വേഗം കുളിക്കണം. നിസ്കാരത്തിനാണ് ഇപ്പോൾ വിഷയമുള്ളത്. നിസ്കാരം ഖളാ ആവുന്നതിന് മുമ്പായിട്ട് വേഗം കുളിച്ച് നിസ്കരിക്കണം. അതല്ല നോമ്പിനെ അത് ബാധിക്കുകയില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഖുർആൻ ഓതി മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നതിന്റെ പ്രതിഫലം എങ്ങനെയാണ്? അത് ഓതിയ ആൾക്കും കിട്ടും. അത് ഓതിയ ആൾക്കും കിട്ടും. ആർക്ക് വേണ്ടിയാണോ ഓതിയത് അയാൾക്കും സവാബ് കിട്ടും എന്നാണ്. വിശുദ്ധ ഖുർആൻ ഓതുക, അതുപോലെ മറ്റു സാലിഹായ അമലുകൾ ചെയ്യുക, അതുപോലെ സദഖ ചെയ്യുക, ഭക്ഷണം ഭക്ഷിപ്പിക്കുക, അടിമയെ മോചിപ്പിക്കുക പോലത്തെ കാര്യങ്ങളൊക്കെ മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യൽ അനുവദിക്കപ്പെടുന്നതാണ്. മരിച്ച ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്യുക, മരിച്ച ആൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു അടിമയെ വാങ്ങി മോചിപ്പിക്കുക, അതിൽ മരിച്ച ആൾക്ക് കൂലി കിട്ടാൻ വേണ്ടി സാധുക്കൾക്ക് ഭക്ഷണം നൽകുക, മരിച്ച ആളുകൾക്ക് കൂലി കിട്ടാൻ വേണ്ടി പിന്നെ സദഖ ദാനധർമ്മങ്ങൾ ചെയ്യുക, മരിച്ച ആൾക്ക് കൂലി കിട്ടാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഓതുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ കൂലി ആ ചെയ്ത ആൾക്കും കിട്ടും, ആ മരിച്ച ആൾക്കും കിട്ടും. അതാണ്. പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ പറ്റുമെന്ന അതും പറ്റും. ഒരു ഫാത്തിഹ ഓതിട്ടേ സകല മനുഷ്യന്മാർക്കും കൊടുക്കണ്ടല്ലേ. സുമൈല ഹസ്റാത്തി ജമീഇൽ മുഅ്മിനീൻ അറിയില്ലേ? ഒരു ഫാത്തിഹ ഓതിട്ട് നമ്മള് ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റത്തി ജമീഇൽ അംബിയാ എന്ന് പറയും അല്ലേ? ആ ഒരു ഒറ്റ ഫാത്തിഹ തന്നെ അതിന്റെ സവാബ് റസൂലുള്ളാഹിക്ക് ഹദിയ ചെയ്യുക, പിന്നെ എല്ലാ നബിമാർക്കും മുർസലീങ്ങൾക്കും ഹദിയ ചെയ്യുക, പിന്നെ എല്ലാ ഔലിയാക്കൾക്കും, പിന്നെ കുടുംബത്തിന് മരിച്ചു പോയവർക്കൊക്കെ, പിന്നെ അതിന് പുറമെ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഇതൊക്കെ പാടെ ഹദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നടക്കുക. ആകെ ചെയ്തപ്പോ എന്താ ഒരു ഫാത്തിഹ ഓതിട്ടുള്ളൂ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ അനുവദിക്കപ്പെടുന്നതാണ്. അതൊക്കെ ചെയ്താലും അതിലൊക്കെ കൂലി ലഭിക്കും എന്നുള്ളതിന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളഹിയത്താർത്തിട്ട് എന്ന് പറഞ്ഞു, ഇത് എന്റെ ഉമ്മത്തിമാർക്ക് മുഴുവനാണെന്ന് പറഞ്ഞതേ. റസൂലുള്ളാഹി ഉളഹിയത്താർത്തിട്ടേ ഖിയാമത്ത് നാൾ വരേക്കുള്ള റസൂലുള്ളാഹിന്റെ സകല ഉമ്മത്തിമാർക്കും വേണ്ടിയും റസൂലുള്ളാഹി ഉളഹിയത്താർത്ത്. അപ്പോഴോ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹാബത്തിനും അല്ലാത്തവർക്ക് മാത്രമല്ല, താബിഈങ്ങൾക്ക് മാത്രമല്ല, താബിങ്ങൾക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ഒക്കെ അത് ലഭിക്കുന്ന അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളഹിയത്താർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അല്ലാഹു തആലാന്റെ റഹ്മത്ത് അത്രമാത്രം വിശാലമാണ്. നമ്മുടെ ആരെയും മനസ്സിൽ ഒതുങ്ങുന്ന രീതിയിലല്ല അതിന്റെ കാര്യം കെടുക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ അതൊക്കെ പറ്റും. പിന്നെ പുക ശ്വസിച്ചാൽ നോമ്പ് മുറിയുമോ? പുക ശ്വസിച്ചാൽ നോമ്പ് മുറിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ, ഒരാൾ പുക ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്, അവന്റെ വായ കൂടെ ആ പുക ഇങ്ങനെ അകത്ത് ഇങ്ങനെ കടത്തുക, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ അവന്റെ ആ പുക ഇങ്ങനെ വലിക്കുക, എന്നാലൊക്കെ നോമ്പ് മുറിയും. അതേ സമയത്ത് നമ്മുടെ ഫിഖഹിന്റെ കിതാബിൽ കാണാം, ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ പുക എന്ത് ചെയ്യും, പുക ഇങ്ങനെ പൊന്തിട്ട് അവന്റെ മൂക്കിൽ കൂടി വായ കൂടി ഒക്കെ അകത്ത് കടക്കുമല്ലോ അല്ലേ, അറിയാതെ കടക്കും. അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അത് ഒരു പ്രത്യേകമായ അഫുവാണത്. അതേസമയത്ത് ഒരാൾ പുക വലിച്ചു നിൽക്കുക, പുകക്ക് തടി ഉണ്ടായത് കാരണം അതിങ്ങനെ കാണുന്നത്, പുക നോക്കിയാൽ കാണുമല്ലോ പുക, അപ്പൊ അതിന് തടിയുണ്ട്. അപ്പൊ ആ തടി ഉള്ള സാധനമാണ്, അത് തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി അകത്ത് കടന്നാൽ നോമ്പ് മുറിയും. അപ്പൊ നമ്മൾ പിന്നെ ഏത് പുക അകത്ത് കടന്നാൽ നോമ്പ് മുറിയും. പക്ഷെ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുടെ പിന്നെ അകത്തേക്ക്
ആ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് പുക കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് നമ്മുടെ ഫുഖഹാക്കളുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം അത് സൂക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റ്, അബ്ബാസ് കുബ സാഹിബ് ഒന്ന് മൈക്ക് പിന്നെ ഒരാൾ ഒന്ന് വിളിക്കേണ്ട ഒരു മിനിറ്റ്. പിന്നെ ഒരു മിനിറ്റ് ബാബു റയ്യാൻ അബ്ദുൽ ബാരി ഹുദവിയാണെന്ന് ബാബു റയ്യാനുള്ളത്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്യണം. ബാബു റയ്യാൻ തുടങ്ങാനായിട്ടുണ്ട്. അബ്ദുൽ ബാരി ഹുദവി ഇവിടെ ഉണ്ടെയോ റൈസാൻഡ് ചെയ്യണം. എന്നാ ഇൻഷാ അല്ലാഹ് ഞാൻ കുമ്പള സാഹിബ് ഒരു മിനിറ്റാ. പിന്നെ ഇന്നത്തെ ബാബു റയ്യാൻ സംസാരിക്കുന്നത് അബ്ദുൽ ബാരി ഹുദവിയാണ്. ഇന്ന് ഖുർആൻ മുൻഗാമികളുടെ ജീവിതത്തിൽ എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ബാബു റയ്യാനിലേക്ക് സ്വാഗതം ചെയ്യാൻ. അതിനു മുമ്പായി